അപ്പോൾ ഇന്ന് മമ്മി മസാലകളൊന്നും അധികം ഇടാതെ കുരുമുളക് മാത്രം ഇട്ടൊരു ചിക്കൻ കറി വെക്കാൻ പോകണം കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെളുത്തുള്ളി, ഇഞ്ചി, നമ്മളുടെ സവോള ഉള്ളിയോ ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. സവോള ഉള്ളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എളുപ്പത്തിന്. എല്ലാം കൂടെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക കേട്ടോ. എന്നിട്ട് നമ്മളിന്ന് കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ നേരത്തെ കുറച്ച് സവോള എടുത്തത് കൂടുതലായിരുന്നു, ബാക്കിയുടെ മാറ്റി. പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇത് നല്ലതുപോലെ വിസിലൊക്കെ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ വിസിൽ കേൾപ്പിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നാടൻ കോഴിയാണ് കേട്ടോ. അതാണ് ഇത്രയും നെയ്യ്, നിറച്ച് നെയ്യാണ് കേട്ടോ. ഇത് നെയ്യാണ് ഈ യെല്ലോ കളറിലെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മമ്മി വേവിച്ച് വെച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇന്ന് 2 ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ എനർജി ഡൗൺ ആയി. അതുകൊണ്ടാണ് കേട്ടോ ഓൺ വോയിസിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാനാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൺ വോയിസ് വീഡിയോ ആണോ വോയിസ് ഓവർ കൊടുത്തിടുന്നതാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, മമ്മി ഇതുപോലെ പരീക്ഷണങ്ങളുടെ ആളാണ് കേട്ടോ. പക്ഷേ എന്ത് പരീക്ഷിച്ചാലും അപാര ടേസ്റ്റാണ്. ഇത് അങ്ങനെയൊന്നും ഉണ്ടാക്കിയതാണ് കേട്ടോ. മമ്മി ഇതിനെന്തോ പേര് പറഞ്ഞിരുന്നു കേട്ടോ. ചിക്കൻ ഓക്ര എന്നോ ചിക്കൻ ബിന്ദി മസാല ഇല്ല ഇതിനകത്ത്, കുരുമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തോ മമ്മി യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ശരിക്കും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കുന്നതിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഇല്ലേ, ആ പുറത്തെ ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളവരില്ലേ, ചില ഞാൻ കുറഞ്ഞ കടയെ കുറ്റം പറയല്ല കേട്ടോ, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കാണും നമ്മളുടെ ഈ ഫ്രൈഡ് റൈസിന്. അപ്പം ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്തിലെ ഈ വെണ്ടയ്ക്ക കഴിക്കുമ്പോൾ. അതേ രുചിയായിരുന്നു കേട്ടോ. എനിക്കിപ്പം ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പോലും എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുക. പക്ഷേ നമ്മൾ നേരത്തെ നമ്മൾ കറി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് നാടൻ കോഴി ഇരുന്നാണ് കേട്ടോ. അപ്പോൾ പീസസ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയും അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വൈകുന്നേരത്തെ കൂടെ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആവശ്യത്തിന് കഴിച്ചു. എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്ന ആഗ്രഹം തോന്നുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ശരിക്കും നമുക്കിതുപോലെ നാടൻ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന വെണ്ടയ്ക്ക കിട്ടുകയാണെങ്കിൽ ഈ ചിക്കൻ്റെ കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടാൽ കുഴപ്പമില്ലായിരിക്കും. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അവൈലബിളായിട്ട് കിട്ടുന്ന വെണ്ടയ്ക്ക വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ശരിക്കും ഇപ്പം ഞാൻ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നമ്മളൊരു കുഞ്ഞ് ഷോർട്സ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് നല്ല എഫേർട്ട് വേണമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വരണം, പിന്നെ വീഡിയോ എടുക്കണം, പിന്നെ നമ്മൾ ഓൺ വോയിസിലാണെങ്കിൽ ബാക്കി സൗണ്ടുകളെല്ലാം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും ചിലപ്പോൾ ശരിയാകാതെ വീണ്ടും വീണ്ടും നമ്മൾ വോയിസ് ഓവർ എടുത്തുകൊണ്ടിരിക്കും. പിന്നെ വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ക്യാമറയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫോണിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ലാപ്പിലേക്ക് മാറ്റണം. പിന്നെ ഫോണിലേക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നുണ്ടാവും, ചിലപ്പോൾ ബ്ലറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോഴും നമ്മളിതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ ഓപ്ഷൻ ഇല്ലാതെ നമ്മളുടെ ആ സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് പോയെങ്കിൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയുള്ളൂ നിവൃത്തി. അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നല്ല കഷ്ടപ്പാടും അധ്വാനവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞാൻ ഈ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയാണല്ലോ. അത് ശരിക്കും നമ്മൾക്ക് കിട്ടുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അതിലൂടെ നമുക്ക് ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യും. എനിക്കൊരു വിശ്വാസം അങ്ങനെയാണ് കേട്ടോ. പറ്റാവുന്ന ഹെൽപ്പൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, അനുഗ്രഹം വാങ്ങിക്കുക. അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നല്ല, നമുക്ക് ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക്, അവരുടെ എന്തെങ്കിലും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഇതാണോ ഇത്ര വലിയ കഷ്ടപ്പാടെന്ന്. ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിലും അതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ കഷ്ടപ്പാട്. അപ്പോൾ സംഗതി പൊളിയായിരുന്നു. ആദ്യമേ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ വെണ്ടയ്ക്കയെല്ലാം പെറുക്കി കഴിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇനി കുഞ്ഞിന് ചിക്കനകത്ത് വെണ്ടയ്ക്ക കിടന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാനും മമ്മിയും കൂടെ അത് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളത് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ പപ്പായ്ക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു നോക്കിയതാണ് കേട്ടോ. അപ്പാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല കേട്ടോ. സൂപ്പറായിരുന്നു. പക്ഷേ കഴിച്ചു നോക്കിയപ്പം കൊച്ചിനോടെ ഒരെണ്ണം വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഫൈനൽ വൺ ഞങ്ങൾ അതിനകത്തിൽ തിരിച്ചിട്ടു കേട്ടോ.
കൊച്ചിനൂടെ കൊടുക്കാമല്ലോ. പിന്നെ അല്ലെങ്കിലും ഈ 2 3 വെണ്ടയ്ക്കയൊക്കെ നമുക്ക് ചിലപ്പം ഉണ്ടായുള്ളെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അവിയൽ സാമ്പാറും ഒന്നും നമ്മൾ വെച്ചു എന്ന് വരില്ല ആ ദിവസങ്ങളിൽ. അപ്പോൾ ഈ വെണ്ടയ്ക്ക അതിൽ നിന്ന് നമ്മളുടെ ആ പ്ലാന്റിൽ നിന്നാലും വെറുതെ മുറ്റിപ്പോവും. അപ്പം നമ്മളുടെ വീട്ടിലെ കോഴിയുടെയും താറാവിൻ്റെയും മുട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ട പൊരിക്കാമെന്ന് കരുതി. ഈ താറാവ് പണ്ടൊക്കെ നമ്മൾ മുരിങ്ങയിലായിരുന്നു കേട്ടോ ഈ മുട്ടയ്ക്കകത്തിലിടുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ചീരയില ഉള്ളത് കൊണ്ട് നമ്മൾ ചീരയില ഇടുന്നു. പിന്നെ ചീരയിലാകുമ്പോൾ അധികം ഈ ചിലന്തിവല കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. മുരിങ്ങയിലാണെങ്കിൽ നമ്മൾ മുരിങ്ങ കയറണം, മുരിങ്ങയില പറിക്കണം, മുരിങ്ങയില നുള്ളിപ്പറിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാകുമ്പോൾ വെരി ഈസി ആൻഡ് സിമ്പിൾ. നമുക്ക് നമ്മുടെ ഹോം ഗാർഡനിൽ ചെന്ന് പറിച്ചുകൊണ്ട് വരാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മൾ താറാമുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം കുറച്ച് താറാവൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഈ താറാവ് മുട്ട പൊട്ടിക്കണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. അതാണ് ഈ മുട്ട മമ്മി പൊരിക്കുന്നത്. അല്ലാതെങ്കിൽ സാധാരണ ഇവിടുത്തെ മുട്ട പൊരിക്കൽക്കാരി ഞാനായിരുന്നു കേട്ടോ. കോഴിമുട്ടയാണ് കേട്ടോ. കോഴി പിന്നെ 1-2 കോഴി അപ്പോൾ മുട്ട കുറവാണ് കോഴിമുട്ട. അപ്പോൾ താറാമുട്ട കഴിക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ മമ്മി ഇതുപോലെ ചീരയില ഇടും. ഈ ചീരയില ഇടുമ്പോഴത്തേക്ക് ഈ മുട്ട കഴിക്കാനുള്ള ആ മടി അങ്ങ് മാറും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചീരയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട കഴിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു ടിപ്പാണ് ഒന്നീ ചീരയില അല്ലെ മുരിങ്ങയില ഇടുക. ഇനിയിപ്പോൾ ചീരയിലയും മുരിങ്ങയിലയും കഴിക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വേറെ വല്ലത്തിലുമൊക്കെ നമ്മളിട്ട് കേക്കിൽ വേണമെങ്കിൽ നമുക്ക് താറാമുട്ടയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ താറാമുട്ട തന്നെയാണ് എടുക്കുന്നത്. മുട്ടയെല്ലാം ഒന്നാണല്ലോ. അപ്പോൾ ദേ നമ്മളുടെ ഓട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ദോശയുടെ ഈ തവയിൽ എന്താണ് മമ്മി എടുത്ത് കളയുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ. രാവിലെ ഞാൻ ബട്ടർ ദോശ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതുണ്ടാക്കിയപ്പം കുറച്ച് ബട്ടർ അതിലിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ, ഉച്ചയ്ക്ക് മുട്ട പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അടച്ചു വെച്ചതാണ് കേട്ടോ. അതാണ് മമ്മി അവിടെ തട്ടിയതെന്തോ, അതിൻ്റെ ദോശ മുരിങ്ങി ഇരുന്നതെന്തോ കേട്ടോ. അപ്പോൾ ദേ ഇതിൽ ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോൺ സ്റ്റിക്ക് തവയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ടേസ്റ്റ് ആയിരിക്കും ഈ കാസ്റ്റേൻ്റെ ഈ സംഭവത്തിലെല്ലാം ഉണ്ടാക്കുന്ന ദോശയ്ക്കാണേലും കറികൾക്കാണേലും ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാകും. പക്ഷേങ്കിൽ ഇതിൻ്റെ കടായി ഇവിടെ എപ്പോഴും തുരുമ്പ് പിടിക്കാറുണ്ട് കേട്ടോ. അതിനെന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. എത്ര എണ്ണ തടവി വെച്ചാലും ശരി, പിറ്റേ ദിവസം നോക്കുമ്പോൾ തുരുമ്പുണ്ടാകും. പിന്നെ അതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരണം. പാടുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മൾ നോൺ സ്റ്റിക്ക് തവയിലോ ചട്ടിയിലോ പിന്നെ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിലോ ഒക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും കാസ്റ്റേൻ്റെ തന്നെയാണ് നല്ലത്. പക്ഷേ ഈ തുരുമ്പൊരു വില്ലനാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇതിലുണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ മുട്ട വീട്ടിൽ ചീര ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച ചീരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും വീടുകളിലൊക്കെ കൃഷി ചെയ്ത ചീരയായിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അടുത്ത വീടുകളിലൊക്കെ കൃഷി ചെയ്യും ആ ചീര. അപ്പോൾ രാവിലെ അവരിങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കും. അപ്പോൾ അവരുടെ നിന്ന് മേടിക്കുന്ന ചീര നല്ലതാണ്. മിക്കതും നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഓരോ ആളുകൾ കൃഷി ചെയ്യുന്ന ചീരയായിരിക്കുമല്ലോ കൂടുതൽ പച്ചക്കറി കടയിലൊക്കെ വരുന്നത്. ഈ വരവ് ചീര ഉണ്ടെങ്കിലും അതത്ര ടേസ്റ്റി അല്ല കേട്ടോ. അപ്പോൾ മുട്ടയ്ക്കകത്തിൽ അങ്ങനത്തെ ചീര കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്നിട്ട് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ സൂപ്പറാണ് കേട്ടോ. കാണിച്ചേ മമ്മി, കാണിച്ചേ. അപ്പം നമ്മളുടെ മുട്ട പൊരിച്ചതും എല്ലാം റെഡിയായിട്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ മമ്മി വിളമ്പി തരുന്നത്. മറ്റേത് ഞാൻ തന്നെയായിരുന്നു വിളമ്പി തരുന്നത്. വിളമ്പി തരുന്നതല്ല, വിളമ്പി കഴിക്കുന്നത്. കാരണം മമ്മിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, മമ്മി വിളമ്പി തരും. മമ്മി വിളമ്പി തരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രത്തിലുള്ള കറി മുഴുവൻ എൻ്റെ പ്ലേറ്റിൽ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കുറേശ്ശെ എടുത്ത് എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അപ്പോൾ ചോറും നല്ല രസം ആണ് കേട്ടോ. മമ്മിയുടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പുളിയും ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിരിക്കും. അത് കണ്ടിട്ട് ഞാനും അത്യാവശ്യം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ പപ്പായ കറിയാണത്. പിന്നെ നമ്മളുടെ ചിക്കൻ കറിയും മുട്ട പൊരിച്ചതും കൂട്ടി ഊണ് കഴിക്കട്ടെ.